നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇഡിയുടെ നിർണായകമായ ഇടപെടൽ വന്നിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്ന് പുലർച്ചെ മുതൽ ഏതാണ്ട് 7 മണിയോടുകൂടി തന്നെ കേരളത്തിൽ, അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കർണാടക 3 സംസ്ഥാനങ്ങളിലുമായി 21 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തുകയാണ്. ഇഡി റെയ്ഡ് ഇപ്പോഴും ഈ 21 ഇടങ്ങളിൽ ഒരേ സമയം പുരോഗമിക്കുകയാണ്. ഇഡിയുടെ കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഈ 21 ഇടങ്ങളിലും 3 സംസ്ഥാനങ്ങളിലായിട്ടുള്ള 21 ഇടങ്ങളിലും പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയുടെ പാറ്റേൺ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനം, തിരുവനന്തപുരത്തെ നന്തങ്കോട്ടുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധന നടക്കുന്നു. അതിനുശേഷം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇതുവരെ പ്രതി ചേർത്തിട്ടുള്ള പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ, CPM നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൻ്റെ ചങ്ങനാശ്ശേരിയിലുള്ള വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. എൻ വാസുവിൻ്റെ പേട്ടയിലുള്ള വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ KP ശങ്കർദാസ്, N വിജയകുമാർ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള ഈ 2 പേരുടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ്, ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഓഫീസിലും, അതുപോലെ തന്നെ ഗോവർദ്ധൻ, മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിയായ ഗോവർദ്ധൻ്റെ ബംഗളൂരുവിലുള്ള റദ്ദൻ ജുവലറിയിലുമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇങ്ങനെ 3 സംസ്ഥാനങ്ങളിലായി 21 ഇടങ്ങളിലാണ് ഇഡിയുടെ പരിശോധന ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ ആരംഭിച്ചത്. പ്രധാന പരിശോധന നടക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇന്ന് 7 മണിയോടുകൂടി ഇഡി സംഘം എത്തിച്ചേർന്നെങ്കിലും അവിടെ ജീവനക്കാരും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ജീവനക്കാരെ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് റെയ്ഡ് ആരംഭിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലും ആരും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ബന്ധുക്കളെ വിളിച്ചു വരുത്തിയതിന് ശേഷമാണ് അവിടെ റെയ്ഡ് ആരംഭിച്ചത്. ഇങ്ങനെ പ്രതികളെ, അതുപോലെ തന്നെ പ്രതികൾക്ക് ഒത്താശ ചെയ്തവരെ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഗൂഢാലോചന നടത്തിയവരെ, ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇന്ന് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നത്. ഇഡിയുടെ ഈ നീക്കം സത്യത്തിൽ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇതിൽ അപ്രതീക്ഷിതമായി ഒന്നും തന്നെയില്ല. നേരത്തെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ECIR, അതായത് FIRന് സമാനമായ ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത FIRൻ്റെ അടിസ്ഥാനത്തിലാണ് ഇഡി ഈ കേസിൽ ഇടപെടുന്നത്. മാത്രമല്ല, അതിനു മുമ്പ് തന്നെ ഈ SIT, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇഡി ഈ കേസിൽ പ്രാഥമികമായ വിവരശേഖരണം നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഡി ഇതിൽ കള്ളപ്പണത്തിൻ്റെ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന പരിശോധനയൊക്കെ പ്രാഥമികമായി നടത്തിയിരുന്നു. അങ്ങനെ ഒരു ഇടപാടുകൾ നടന്നിട്ടുണ്ട്, കോടികളുടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായി വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിലേക്ക് ഇഡിയുടെ ഇടപെടൽ വരുന്നത്. നേരത്തെ കോടതിയുടെ അനുമതിയോടുകൂടിയാണ് രേഖകൾ ഇഡി വാങ്ങിയത്. അതിനുശേഷം റെയ്ഡ് നടത്താനുള്ള ഒരു അനുമതിക്ക് വേണ്ടിയും കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് കോടതി അനുമതി നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പരിശോധനകൾ നടക്കുന്നത്. എന്തായാലും SITയുടെ അന്വേഷണം അത് കഴിഞ്ഞ കുറേ നാളുകളായി പുരോഗമിക്കുകയാണ്. SITയുടെ അന്വേഷണത്തിൽ പല പുതിയ കാര്യങ്ങളും നമ്മൾ കണ്ടു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ശബരിമലയിൽ നിന്നും കൊള്ളയടിച്ചു കൊണ്ടുപോയ സ്വർണം എവിടെ? ആ സ്വർണത്തിൻ്റെ പേരിൽ പല ആളുകളും വാങ്ങിയിട്ടുള്ള സ്വത്തുക്കൾ എവിടെ? ആ പണം എവിടെ എന്ന ചോദ്യം അത് ദീർഘനാളായി കേരളം ചോദിച്ചു വരികയായിരുന്നു. പക്ഷേ അതിന് ഉത്തരം കണ്ടെത്താൻ SITക്ക് സാധിച്ചിട്ടില്ല. കേന്ദ്ര ഏജൻസിയായ ഇഡി വരുമ്പോൾ ഇതിൽ PMLA അടക്കമുള്ള അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ പോലെയുള്ള വശങ്ങൾ മാത്രമല്ലേ അന്വേഷിക്കുകയുള്ളൂ. ഇതിൽ പ്രതികൾക്ക് അല്ലെങ്കിൽ ഈ കേസിൽ ഇഡിയുടെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടാകും. ഇഡി ഇതിന് മുന്നേയും പല കേസുകളിലും ഇടപെട്ടിട്ടില്ലേ, അതെന്തായി എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടാകും. പക്ഷേ എല്ലാ കേസുകളിലും ഇഡി ഇടപെട്ടിട്ടുള്ള എല്ലാ കേസുകളിലും ഇഡി അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഈ സഹകരണ ബാങ്കുകൾ, കണ്ടള ബാങ്ക് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വത്തുവകകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ സ്വത്തുവകകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ സ്വത്തുവകകൾ, ഈ പറയുന്ന കള്ളപ്പണം ഉണ്ടാക്കി അത് വെളുപ്പിച്ച സ്വത്തുവകകൾ, അതിലൂടെ ഉണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്ത് നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. കരുവന്നൂർ ബാങ്കിലും ആ രീതിയിലുള്ള ഒരു നടപടിക്ക് തയ്യാറാണ് എന്ന് ഇഡി അറിയിച്ചു കഴിഞ്ഞു. അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് സംസ്ഥാന സർക്കാർ മാത്രമാണ്. അങ്ങനെ ഇഡിയുടെ ഇത്തരം കേസുകളുടെ ഇടപെടൽ അല്ലെങ്കിൽ ഇത്തരം
കേസുകളുടെ പ്രാധാന്യം ഉണ്ടാകുന്നത് അവിടെയാണ്. അതായത് പ്രതികൾ ഈ പറയുന്ന കൊള്ളയടിക്കലുകളിലൂടെ തട്ടിപ്പിലൂടെ ഉണ്ടാക്കുന്ന പണം, ആ പണം ഉപയോഗിച്ച് ഇവരുണ്ടാക്കുന്ന സ്വത്തുക്കൾ അത് കണ്ടെടുക്കാനും അത് കൃത്യമായി തന്നെ നഷ്ടപ്പെട്ടവർക്ക് തിരികെ കൊടുക്കാനുമൊക്കെയുള്ള ഒരു അധികാരം ഇഡിക്കുണ്ട്. ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് രേഖകൾക്ക് വേണ്ടിയാണ്. അതായത് എങ്ങനെ ഏതൊക്കെ രീതിയിലേക്കാണ് പണം ഓരോ പ്രതികൾക്കും എത്തിയത്, അയ്യപ്പനെ വിറ്റ് കിട്ടിയ പണം അത് ആരുടെയൊക്കെ പോക്കറ്റിലുണ്ട്, അവർ അതെവിടെയൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നു, ആ സ്വത്തുവകകൾ എവിടെയാണ് എന്നൊക്കെ കൃത്യമായി കണ്ടെത്താനുള്ള രേഖകളുടെ വഴി തേടിയാണ് ഇഡിയുടെ പരിശോധന നടക്കുന്നത്. നിർണായകമായ റെയ്ഡുകളാണ് കേരള സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു സംശയവുമില്ലാതെ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റെയ്ഡ് നടക്കുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ റെയ്ഡുകളാണ്. ആ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതികളുടെ വീടുകളിൽ നിന്നും ഒക്കെ കിട്ടുന്ന രേഖകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രേഖകളായിരിക്കും ഇനി ഇഡിക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക. ഈ രേഖകളായിരിക്കും ഈ കള്ളപ്പണത്തിലേക്ക് ഇനി ഇഡിയെ നയിക്കുക. ആ കള്ളപ്പണം കണ്ടുകെട്ടാനും ഈ പറയുന്ന KP ശങ്കർദാസും N വിജയകുമാറും പത്മകുമാറും CPM നേതാവായ A പത്മകുമാർ അതുപോലെ തന്നെ മുരാരി ബാബു ഇവരൊക്കെ അയ്യപ്പനെ വിറ്റ് എത്ര പണമുണ്ടാക്കി, ഉണ്ണികൃഷ്ണൻ പൊറ്റി ഇവരൊക്കെ അയ്യപ്പനെ വിറ്റുണ്ടാക്കിയ പണം എത്ര, ആ സ്വർണത്തിൻ്റെ പ്രതിഫലമായി ഇവർക്ക് കിട്ടിയ കോടികൾ എത്ര, ഈ കോടികൾ അവർ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, ഇതൊക്കെ ചകഞ്ഞായിരിക്കും ഇനി ഇഡിയുടെ യാത്ര. അത് കണ്ടുകെട്ടാൻ ഇപ്പോൾ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് സൂചന. പിന്നാലെ ഈ അന്വേഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ പരിശോധനയിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പിന്നാലെ ഈ പ്രതികളുടെ സ്വത്തുവകകൾ കെട്ടുന്നതിലേക്ക് കടക്കും. അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇഡിയുടെ വരവ് അതാണ്. അത് ഇഡിയുടെ വരവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതുതന്നെയാണ്. അർഹതയില്ലാതെ ഈ ശബരിമലയിൽ നിന്നും കൊള്ളയടിച്ച് സ്വർണം കൊള്ളയടിച്ച് നേടിയ സ്വത്തുക്കളെല്ലാം ഇതാ പ്രതികൾക്ക് നഷ്ടമാകാൻ പോകുന്നു, അത് ഇഡി കൊണ്ടുപോകാൻ പോകുന്നു എന്ന സൂചനയാണ് ഈ പരിശോധനയിൽ നിന്നും കേരളം മനസ്സിലാക്കേണ്ടത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.